ഹലോ ഗൈസ്, ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ കാണിക്കുന്നത് പച്ചക്കായും ഉരുളക്കിഴങ്ങും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെ ഒരു സിമ്പിളായിട്ടൊരു കറി എങ്ങനെ ഉണ്ടാക്കാമെന്നാണ്. ഇതുപോലെ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ മിക്സ് ചെയ്ത് നമുക്ക് ഇതുപോലെ നല്ല കറികളാക്കി എടുക്കാം കേട്ടോ. അറിയാത്ത ആളുകൾക്ക് വേണ്ടി പറഞ്ഞു തരുവാണെങ്കിൽ, കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിതൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക, ചെയ്ത ആളുകൾക്ക് വളരെ നന്ദി. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങളായിട്ട് പരിചയമുള്ള ആളുകളിലേക്ക്, നിങ്ങളുടെ ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് തന്നെ മറ്റുള്ള ആളുകളിലേക്ക് ഒന്ന് എത്തിച്ചേരാൻ ഹെൽപ്പ് ചെയ്യണം കേട്ടോ. അപ്പോൾ വരൂ കൂട്ടരെ, നമുക്ക് പച്ചക്കായും ഉരുളക്കിഴങ്ങ് കൂടി ഇട്ട കറി ഉണ്ടാക്കാൻ പോവാം. വായോ. നമുക്ക് പച്ചക്ക ചെറിയ ചെറിയ പീസുകളായിട്ട് അരിഞ്ഞെടുക്കാം.
നമുക്കിതിലേക്ക് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിക്കാം. ഇതിൽ ഒരു ഉരുളക്കിഴങ്ങ് കൂടി ചീവിയിടാം. ഇതും ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഉടഞ്ഞ് ചേരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് പച്ചക്കായുടെ കൂടെ. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് കുറച്ച് വെളുത്തുള്ളി ചതച്ചെടുക്കാം. വെളുത്തുള്ളി ചതച്ചത്. അടുത്തത് നമുക്ക് കുറച്ച് കാന്താരിമുളക് ചതച്ചിടാം. കാന്താരിമുളക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ് ചേർക്കാം. നമുക്കിനിത് സ്റ്റൗവിൽ വെക്കാം.
ഇതിനെ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. അതങ്ങനെ ഇരുന്ന് വേവട്ടെ. ഇനി അടുത്തത് നമുക്ക് താളിക്കാനുള്ള സാധനങ്ങൾ എടുക്കാം. നമുക്ക് താളിക്കാനായിട്ടുള്ള സവാള അരിഞ്ഞെടുക്കാം. പൈനാപ്പിൾ അരിഞ്ഞതിൻ്റെ മണം നിൽക്കണമുണ്ട്. ഉറുമ്പ് വേണം. നമുക്ക് സവാള ഇതിലേക്ക് ഇടാം. താളിക്കാനായിട്ടുള്ള ചട്ടി എടുത്ത് വെച്ചേക്കുവാണ്. അടുത്തതായി നമുക്ക് ഇതിലേക്ക് കുരുമുളക് ഇടിച്ചെടുത്തതാണ്. കുരുമുളക്, ഏലക്ക, 2-3 കറിയാമ്പ്, അത്രയും. പിന്നെ വേപ്പില ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി നമുക്ക് ചതച്ചെടുക്കാം. അവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിപ്പൊടി. മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇച്ചിരി എരിവ് എനിക്കിഷ്ടമാണ്, അതുകൊണ്ട് ഇച്ചിരി എരിവ് കൂടുതലിട്ടിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അത് മൊരിച്ച് വരുമ്പോൾ പോരാത്തത് പിന്നെ ഒഴിച്ചു കൊടുക്കാം.
നമുക്ക് സ്റ്റൗ കത്തിക്കാം. താളിക്കാൻ വേണ്ട സാധനങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട്. നമുക്കതൊന്ന് മൂപ്പിച്ചെടുക്കാം. കുറച്ച് ഉപ്പിടാനുണ്ട്. ഇതൊന്നിരുന്ന് നന്നായിട്ട് മൂത്ത് വരട്ടെ. പച്ചക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട്. പച്ചക്കായ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്തിടാം. മസാല നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അവിടെ കറണ്ട് പോയതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വെട്ടം കിട്ടാൻ എടുത്ത് വെച്ചതാണ്. നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെന്ത പച്ചക്കായും ഉരുളക്കിഴങ്ങും ഇട്ട് കൊടുക്കാം. നന്നായി ആ മസാലയിട്ട് നന്നായി മിക്സ് ചെയ്യാം. ഇങ്ങനെ വെജിറ്റബിൾസൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്ത് വെക്കുന്ന കറിയൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ. ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ പൂരി ദോശ ഏതിൻ്റെ കൂടെയും കഴിക്കാവുന്ന നല്ലൊരു കറിയാണ്. കണ്ടോ? അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കുക കേട്ടോ. പുതിയ ആർക്കെങ്കിലും നല്ല നല്ല റെസിപ്പീസ് അറിയാവുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ ഞാൻ അതുപോലെയുള്ളത് ഉണ്ടാക്കി കാണിക്കാം. ഓക്കെ, ഞാൻ ചെയ്യാത്തതായ റെസിപ്പീസ് നിങ്ങൾക്ക് അറിയാവുന്നതുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജൊക്കെ ചെയ്താൽ ഞാനത് ഇതിൽ കാണിക്കാം കേട്ടോ. അപ്പം എൻ്റെ ചാനലിൻ്റെ പേര് സൂപ്പർ സിമി എന്നാണ്. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൊടുക്കുക, ഓൾ കൊടുക്കുക. ചെയ്ത ആളുകൾക്ക് വളരെ നന്ദി കേട്ടോ. എനിക്ക് തരുന്ന സപ്പോർട്ടിന് വളരെ നന്ദി. അപ്പം അടുത്ത വിഭവമായിട്ട് വരുന്നവരേക്കും ബൈ. താങ്ക് യു.